നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പ് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി പോർച്ചുഗൽ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, യൂറോ കപ്പിന് അവർ യോഗ്യത നേടിയത് എല്ലാ യോഗ്യതാ റൗണ്ട് മത്സരങ്ങളും വിജയിച്ചാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ മുന്നിൽ നിന്ന് നയിച്ചു, ഗോളടിച്ചു കൂട്ടി ടീമിനെ യൂറോ കപ്പിന് യോഗ്യത നേടിക്കൊടുത്തു. എന്നാൽ ഇനി യൂറോ കപ്പിനായിട്ടുള്ള ഒരുക്കം റോബർട്ടോ മാർട്ടിനസ് കൃത്യമായിട്ട് പറയുന്നു. യൂറോ കപ്പിന് മുമ്പ് 5 മത്സരങ്ങൾ കളിച്ചിട്ടാണ് പോർച്ചുഗൽ പോവുക. മാർച്ച് മാസത്തിൽ ഇന്റർനാഷണൽ ബ്രേക്കിന് സമയത്ത് 2 കളികൾ കൂടാതെ ജൂൺ മാസത്തിൽ യൂറോ കപ്പ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് 3 ഫ്രണ്ട്ലി മത്സരങ്ങളും തന്റെ ടീം കളിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോ ഫിക്സ്ഡ് ആയിട്ടുള്ള മത്സരം, ഇപ്പോൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മത്സരം മാർച്ച് 22-ന് സ്വീഡനുമായിട്ടാണ്. മാർച്ച് 21-നാണ് കളി. നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 22 എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ സ്വീഡനുമായിട്ടൊരു കളി ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് മാർച്ചിൽ. അത് കഴിഞ്ഞാൽ ഒരു കളി കൂടി ആ മാർച്ച് മാസത്തിൽ ഇന്റർനാഷണൽ ബ്രേക്ക് സമയത്ത് പോർച്ചുഗൽ കളിക്കും. കൂടാതെ ജൂൺ മാസത്തിൽ 3 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ യൂറോ കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തുരുതുരെ കളിച്ചിട്ടായിരിക്കും പോർച്ചുഗൽ പോവുക എന്നർത്ഥം. പോർച്ചുഗൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് സെച്ചിയയും അതുപോലെ തുർക്കിയും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിൽ പോർച്ചുഗൽ തന്നെയാണ് ഫേവറേറ്റ്സ് എന്ന രൂപത്തിൽ തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഏതായാലും ഒരുങ്ങി തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. റോബർട്ടോ മാർട്ടിനസ് പറയുന്നു, പോർച്ചുഗൽ വിൽ പ്ലേ 2 മാച്ചസ് ഇൻ മാർച്ച് ആൻഡ് 3 മാച്ചസ് ഇൻ ജൂൺ ബിഫോർ ദി യൂറോ ചാമ്പ്യൻഷിപ്പ്. ചുരുക്കത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർക്ക് സന്തോഷ വാർത്ത. CR7 ഒരു പിടി അന്താരാഷ്ട്ര മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. യൂറോ കപ്പ് നേടാൻ ഒരുങ്ങി തന്നെയാണ് അവർ ജർമ്മനിയിലേക്ക് എത്തുക എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.